കൃത്യമായ ഒരു അറിവ് ഇന്ന് നിങ്ങൾക്കുണ്ടാകുമാറ് അറിവിലൊരു പരിണാമം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പ്രാചീനമായൊരു വൈദ്യശാസ്ത്രത്തെ ഏറ്റവും ആധുനികമായ കണ്ണടയിലൂടെ നോക്കുന്നതും ഉചിതമാണ്. നിങ്ങളുടെ അമ്മമാരുണ്ടാക്കിയ സൂപ്പുകൾ, പച്ചക്കറികൾ കൊണ്ടുള്ളത്, ഇലകൾ കൊണ്ടുള്ളത്, നിങ്ങളുടെ അമ്മമാർ കർക്കിടകത്തിലും മറ്റുമുണ്ടാക്കിയ കഞ്ഞികൾ, നിങ്ങളുടെ അമ്മമാർ വച്ചു തന്ന കാടിക്കഞ്ഞികൾ, കാടിക്കഞ്ഞി എന്ന് പറയുന്നത് മനസ്സിലാവില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീട്ടിലുള്ള അംഗങ്ങൾ മുഴുവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കലത്തിലിരിക്കുന്ന ചോറും കൽച്ചട്ടിയിലിരിക്കുന്ന അവിയലും ഭരണിയിലിരിക്കുന്ന മോരും അപ്പുറത്തിരിക്കുന്ന സാമ്പാറുമെല്ലാം ഒരു കൽഭരണിയിലേക്ക് ഒഴിച്ചിടുന്നു. അതൊഴിച്ചിട്ടിട്ട് അടുത്ത ദിവസത്തെയും ഒഴിച്ചിടുന്നു. അതവിടെ കിടന്ന് പുളിക്കുന്നു. ഇങ്ങനെ വാരിയിടുന്നു. നിങ്ങൾക്കിപ്പോൾ അറപ്പാണ് തോന്നുക. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ വെച്ച് ഈ സാധനം അടച്ചവിടെ വെക്കുന്നു. ഇതിങ്ങനെ പുളിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, കാളൻ, സകല സാധനവും അതിനകത്തുണ്ടാവും. ഒരു സാധനവും പുറത്ത് കളയില്ല. അത് ആ കൽഭരണിക്കകത്ത് കിടന്ന് പുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ പറമ്പിലേക്കോ പാടത്തേക്കോ പണിയാൻ പോകുമ്പോൾ ഒരു കുടത്തിനകത്ത് ഈ സാധനം മുക്കിക്കൊണ്ട് പോകും. 2 കാന്താരി മുളക് ഉടയ്ക്കും, വെറും വെള്ളം. എന്നിട്ട് നല്ല വെയിൽ വരുമ്പോൾ ഇതാ കുടിക്കുക, കള്ളു കുടിക്കുന്ന പോലെ. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പണിത് വിഷമിച്ചാൽ, മറ്റുള്ളവർക്ക് ആഹാരമൊക്കെ കൊടുത്താൽ, വീട്ടിൽ അടുക്കളയിൽ പണിയുന്ന സ്ത്രീകൾ പലപ്പോഴും കുടിച്ചിരുന്നത് ഇതാണ്. അതിനകത്തുള്ള എല്ലാ ബാക്ടീരിയയും ഗ്ലൂക്കോമൈഡിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളാണ്. മനസ്സിലായില്ല? ആ ബാക്ടീരിയകൾ ഇതര ബാക്ടീരിയകളെ നേരിടാനുള്ള ഏറ്റവും വലിയ ഔഷധമാണ്. ബാക്ടീരിയ ഉപയോഗിച്ച് ബാക്ടീരിയകളെയും വൈറസുകളെയും അമീബകളെയും നേരിടുന്ന ഒരു ചികിത്സാശാസ്ത്രം ഇന്ത്യൻ അടുക്കളകളിൽ സജീവമായി നിലനിന്നതുപോലെ ആധുനിക വൈറോളജിയുടെയും ആധുനിക അമീബിയോളജിയുടെയും ആധുനിക മൈക്രോബയോളജിയുടെയും രംഗവേദികളിലില്ല. എവിടെയാണ് ബാക്ടീരിയകളെ കൾച്ചർ ചെയ്യുക? ബാക്ടീരിയയെ കൾച്ചർ ചെയ്ത് അവയെ ഉപയോഗിച്ച് എങ്ങനെയാണ് രോഗത്തെ അതിശക്തമായി നേരിടുക? നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, മൈക്രോബയോളജി പഠിച്ചവരാരെങ്കിലും ഇടയിലുണ്ടെങ്കിൽ, ബയോകെമിസ്ട്രിയുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന, പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിക്കണം. പഠിച്ച വിഷയങ്ങളോട് ചേർത്ത് കുടുംബത്തിനകത്ത് കാണുന്നത് പഠിച്ചു വെക്കണം. അതിനെയൊക്കെ അന്ധമായി എതിർത്ത് ശീലിക്കരുത്. വല്യമ്മ രാവിലെ മുക്കിക്കുടിക്കുന്ന ഈ വെള്ളം കഴിഞ്ഞ് വല്യമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കുകയും വളരെ സ്വാദിഷ്ടമായി പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവൻ ഈ ആരോഗ്യമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ വല്യമ്മയുടെ ആരോഗ്യത്തിന് കാരണമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ കെമിക്കൽ ബോണ്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിനാ ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ടെസ്റ്റ് ട്യൂബിനകത്ത് വളരുന്നത് മാത്രമാണ് ശാസ്ത്രം എന്ന് വിചാരിക്കരുത്. ഒരു ഇരുമ്പ് കുഴിപ്പിഞ്ഞാണം എടുത്ത് അല്ലേ പഴയൊരു ഇരുമ്പ് കുഴിപ്പിഞ്ഞാണം, ആ വെള്ള നിറത്തിലുള്ളത് കണ്ടിട്ടില്ല? കവടി പിഞ്ഞാണം. ആ ഒരു കവടി പിഞ്ഞാണം എടുത്ത് അതിലേക്ക് ഈ പുളിച്ച വെള്ളം മുക്കി ഒഴിച്ച് അതിലേക്ക് ഒരു കാന്താരി മുളകും പൊട്ടിച്ച് ഒരു പിടിപ്പീരങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് പണിയെടുക്കാനുള്ള ഊർജ്ജമായി. ഇത് നെല്ല് കൊയ്ത് കൊണ്ട് വയ്ക്കുമ്പോൾ കറ്റരി അല്ലെങ്കിൽ കറുത്തരി എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, കേട്ടിട്ടില്ല? ആ മങ്കരി, അതാണ് കറക്റ്റ് വേർഡ്, മങ്കരി. ഈ മങ്ക് കളയില്ല പഴയ ആളുകൾ. നല്ല അരിയുടെ നുറുക്കും ഈ മങ്കും എല്ലാം ചേർന്ന് കലർന്നാ കിടക്കുക. നല്ല അരിയുടെ നുറുക്കരികൾ ഉണ്ടാവും. മനസ്സിലായില്ല? അതിനകത്ത് ഈ മങ്കും കലർന്ന് കിടക്കും. ആ മങ്കരി ഈ വെള്ളം മുക്കിയെടുത്ത് അടുപ്പത്ത് വെക്കും.
എന്നിട്ടിത് നല്ല പോലെ തിളയ്ക്കും. ആറാവുമ്പോഴേക്ക് അരിയിട്ട് കഞ്ഞി വയ്ക്കും. അപ്പം നല്ലപോലെ കുറുകി പടുപടാന്നിരിക്കും. എന്നിട്ടാണ് ഒരു പുളിയും മുളകും പൊട്ടിച്ചോ അല്ലെങ്കിൽ ഒരു മുളക് പൊട്ടിച്ചോ അടുക്ക വെച്ചിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ച് നല്ല പഴുത്ത പ്ലാവില കുത്തി കുടിക്കും. ഇതിനാണ് കാടി കുടിക്കുക എന്ന് പറയുന്നത്. അതോർത്താണ് വായി വെള്ളം വന്നത്. വെള്ളം കുടിക്കുന്നതോർത്തല്ല, കാടിയെ കുടിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പണിയെടുക്കുന്നവർ ഈ വെള്ളം കൊണ്ടുപോയി പാടത്തും പറമ്പിലും കൊണ്ടുപോയി കുടിക്കും. ഈ സാധനം കളയില്ല. ഏതാണ്ട് ഈ ഒരു കാടി വർഷത്തിൽ ഒന്ന് കുടിക്കുമ്പോൾ ആ വീട്ടിലുള്ള ആളുകളുടെ സാമാന്യ രീതിയിലുള്ള ഉദര രോഗങ്ങൾ മുഴുവനും ത്വക്ക് രോഗങ്ങൾ മുഴുവനും പോകും. അവിടെ ത്വക്ക് രോഗത്തെയും ഉദര രോഗത്തെയും നേരിടുന്നത് ബാക്ടീരിയയെ കൊണ്ടാണ്. ബാക്ടീരിയയ്ക്ക് ബാക്ടീരിയ മരുന്നാണെന്ന്. ഇത് കായംകുളത്തെ വീടുകളിൽ ജാതി മതഭേദമന്യേ ഉപയോഗിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? ഇന്ന് നിങ്ങളുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ, ഇന്നത്തെ പഠിപ്പിൽ, ഇന്നത്തെ പൊങ്ങച്ചത്തിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കഞ്ഞി വെക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളുണ്ടെന്ന് ഇപ്പം എനിക്ക് തീർച്ചയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും വെള്ളം ആവില്ല. പ്ലാവിലയിൽ കോരിയാൽ പ്ലാവിലെന്ന് വായിലേക്ക് പറയുന്നത് അടന്നാ വീഴുന്നത്. അതിങ്ങനെ പൊളിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കും, മുക്കി കുടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കും. ഈ ബാക്ടീരിയയെ മുഴുവൻ അതിനകത്തുണ്ടാക്കുകയാണ്. ഈ ബാക്ടീരിയകളെല്ലാം രോഗമില്ലായ്മ ചെയ്യുന്ന ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകളൊക്കെ വളരുന്നവയാണ്. ഇന്ന് നിങ്ങളെ നേരിടുന്ന ബാക്ടീരിയകളെ പലതിനെയും ഇല്ലായ്മ ചെയ്യാൻ ഈ ബാക്ടീരിയ ഫലപ്രദമാണ്. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വൈറസുകളിൽ 90% നേരിടാൻ HPV, HIV തുടങ്ങിയ വൈറസുകളെ വരെ നേരിടാൻ ഈ പദാർത്ഥം പ്രയോജനപ്രദമാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന ഒരുപാട് വൈറസ്, 85-ൽ പരം വൈറസുകളും ബാക്ടീരിയകളും അമീബകളും നിങ്ങളുടെ ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജ് ബാക്ടീരിയ ഫ്രീ അല്ല, ഫ്രിഡ്ജ് അമീബ ഫ്രീ അല്ല, ഫ്രിഡ്ജ് വൈറസ് ഫ്രീ അല്ല. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമായി നിങ്ങൾ വീട്ടിൽ വച്ചിരിക്കുന്ന ഫ്രിഡ്ജും ഫ്രീസറുമാണ് നിങ്ങളുടെ രോഗത്തിന് കാരണമായ ഒട്ടേറെ വൈറസുകളെയും അമീബകളെയും ബാക്ടീരിയകളെയും നിങ്ങൾക്ക് തരുന്നത്. ഒന്നോ രണ്ടോ ഒന്നുമല്ല. നിങ്ങൾ വിദ്യാസമ്പന്നരാണ്, പോയി വാടകയ്ക്ക് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് നോക്കിയാൽ മതി, ഫ്രീസറിലേക്ക് വെച്ച് നോക്കിയാൽ മതി. ഈ പുളിപ്പിച്ച കഞ്ഞിയും കറിയും എല്ലാം ചേർന്ന വെള്ളം ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയായ ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ നോക്കുക. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് 10⁻⁻⁹ എന്ന നിലയിൽ പാർട്ടിക്കിൾ ഫിസിക്സിൽ ഒരു ഔഷധം ഉണ്ടാക്കാൻ എത്ര കോടി രൂപ ചെലവാക്കണം, എന്നിട്ടാണ് ഒരു നാനോ ഔഷധം രംഗത്ത് വരിക. എത്ര പഠിപ്പുള്ള കെമിസ്ട്രിക്കാർ വേണം, എത്ര ഫിസിക്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വേണം, എത്ര ശമ്പളം കൊടുക്കണം, എത്ര നൂതനമായ സാങ്കേതിക വിദ്യ വേണം ഇതുണ്ടാക്കാൻ. നിങ്ങളുടെ പായസങ്ങൾ ഒട്ടെല്ലാം ക്ഷേത്രങ്ങളിലും വീട്ടിലും ഉണ്ടാക്കിയത്, ഇടിച്ചു പിഴിഞ്ഞ് പായസം, 10 കൂട്ടി പായസം, അരവണ പായസം, ഈ പായസങ്ങളെല്ലാം നിങ്ങൾക്ക് ആധുനിക ഇലക്ട്രോ സിസ്റ്റത്തിലെ ആധുനിക ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിലൂടെ കൃത്യമായി നോക്കാം, നാനോസ്കോപ്പിലൂടെ നോക്കാം. എത്ര നാനോ പാർട്ടിക്കിൾ അതിലുണ്ട്, ആ നാനോ പാർട്ടിക്കിൾസ് എങ്ങനെ നിങ്ങളുടെ മസ്തിഷ്കത്തെ, എങ്ങനെ നിങ്ങളുടെ ഉൾഭാഗങ്ങളെ മാറ്റും. ചുണ്ണാമ്പിൻ്റെയും മഞ്ഞളിൻ്റെയും ചേർച്ചയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഗുരുതി, ചുവന്ന നിറത്തിലുള്ളത് എടുത്തൊരു നാനോസ്കോപ്പിലൂടെ നിങ്ങൾക്ക് വച്ച് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പുളിച്ച കഞ്ഞിവെള്ളം നിങ്ങൾക്കൊരു നാനോസ്കോപ്പിലൂടെ നോക്കാം.
നിങ്ങളുടെ അമ്മയും അമ്മൂമ്മയും ഉണ്ടാക്കിയ വിവിധതരം മാംസ സൂപ്പുകൾ നിങ്ങൾക്ക് നാനോസ്കോപ്പിലൂടെ നോക്കാം. അവരുണ്ടാക്കി നിങ്ങൾക്ക് തന്ന പച്ചക്കറി സൂപ്പുകളെല്ലാം നോക്കാം. മറിച്ച് ഇന്ന് ഹോട്ടലിയറിംഗ് പഠിച്ചിട്ട് വന്നവൻ ഉണ്ടാക്കി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും നോക്കാം. അതുണ്ടാക്കുന്നതിന് ചെലവഴിച്ച പണവും അതുണ്ടാക്കുന്ന ഉപകരണങ്ങളും അത് ഉണ്ടാക്കി വെച്ചിട്ട് അത് എത്രത്തോളം നിങ്ങളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നുവെന്നും നോക്കാം. എന്നിട്ട് നിങ്ങളുടെ വ്യാവസായിക വികാസവും നിങ്ങളുടെ അർത്ഥശാസ്ത്ര വികാസവും നിങ്ങളുടെ ധർമ്മശാസ്ത്ര വികാസവും തമ്മിൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. അതാ ശാസ്ത്രീയ സമീപനം. അല്ലാതെ ഏതൊന്നും നല്ലതാണെന്ന് പറഞ്ഞാലും അത് അന്ധവിശ്വാസമാണ്. പഴയ ആളുകൾ ആഹാരത്തിനുപയോഗിച്ചതും ഔഷധത്തിനുപയോഗിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 5000, 6000, 10000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീടുകളിൽ നിന്നുണ്ടാക്കിയ കഷായങ്ങൾ, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ അരിഷ്ടാസ്വങ്ങളെല്ലാം ആധുനിക നാനോവിദ്യയിൽ പരീക്ഷിക്കുക. സംശയം വരുന്നവർക്ക് പിന്നീട് നോക്കാം. കാണോ, വായിക്കോ. ഇന്ത്യയിലെ വിവിധങ്ങളായ റിസർച്ച് സെന്ററുകളിൽ പോയിട്ട് ഇന്ത്യക്കാർ പണ്ടുണ്ടാക്കിയ സാരസ്വതാരിഷ്ടവും ദന്ത്യരിഷ്ടവും ബൃഹത്നാഡീ കഷായവും എല്ലാം അതിൻ്റെ സാമ്പിളായി കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ നാനോവിദ്യ പഠിക്കാൻ പോകുന്ന കാലമാണ്. 1,50,000-ത്തിലധികം മരുന്നുകൾ സുശ്രുതൻ, ചരകൻ, വാഗ്ഭടൻ, ചക്രപാണി, ഡൽഹണൻ, വൃദ്ധകാശ്യപൻ, വൃദ്ധവാഗ്ഭടൻ മുതലായവരുടേതായി ഗ്രന്ഥങ്ങളിലുണ്ട്. അന്നു മുതൽ ഇന്നുവരെ ഇന്ത്യയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപഭോഗത്തിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ തെറ്റാണെന്ന് നിങ്ങളുടെ നാട്ടിലെ ബുദ്ധിജീവികൾ കാലാകാലമായി പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾ ആയി ഉപയോഗിക്കുന്ന ആധുനിക മരുന്നുകൾ 10 കൊല്ലത്തിലധികം നിലനിൽക്കുന്നില്ല. ഒരിക്കൽ ഉണ്ടാക്കി ഉപദ്രവകരമാണെന്ന് കണ്ട് വലിച്ചെറിഞ്ഞ് അടുത്തത് വീണ്ടും കച്ചവടത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഉപദ്രവവും പഴയതും തമ്മിൽ താരതമ്യം ചെയ്ത് പഴയത് തെറ്റാണെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ആധുനിക മൈക്രോസ്കോപ്പിൽ, ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൽ, നാനോസ്കോപ്പിൽ ഈ സാധനങ്ങളെ നിങ്ങൾ വച്ചു നോക്കി കൃത്യമായി ഇത് നാനോ ടെക്നോളജിക്ക് വിധേയമാണെങ്കിൽ ഇനിയും നാനോ ടെക്നോളജി വികസിപ്പിക്കാൻ കോടികൾ ഈ രാജ്യം മുടക്കരുത്. ഈ 1,50,000-ത്തിലധികം വരുന്ന മരുന്നുകളുടെ മാർക്കറ്റുകളായി ലോകത്തെ മാറ്റി പൂർവികർ തന്ന ഈ ഒസ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിന് വികസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഒട്ടനേകം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കയറിയിറങ്ങിയ ഒരാൾ ഇതിൻ്റെ സാമ്പിളുമായി തെറി കേട്ട്, പുച്ഛം കേട്ട്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ നടക്കുന്നു എന്ന് ഭത്സനം കേട്ട് നിരാശനാകാതെ അമേരിക്കയിൽ നിന്ന് വന്ന കൃഷ്ണസ്വാമി എന്ന രോഗിയുടെ കൂടെ എത്തിയ അമേരിക്കയിൽ റിസർച്ച് ചെയ്യുന്ന കൃഷ്ണസ്വാമി രാജ എന്ന കെമിസ്റ്റ്. കൃഷ്ണസ്വാമി IIT പ്രോഡക്റ്റാണ്, M.Tech ആണ്. അയാൾക്ക് ഒരു രോഗം വന്നതിന് അയാളോടൊപ്പം വന്ന കൃഷ്ണസ്വാമി രാജ എന്ന പുത്രൻ അയാളോട് ഇന്ത്യൻ ആയുർവേദ ഔഷധങ്ങളും ഇന്ത്യൻ അമ്മമാർ അവരുടെ വീടുകളിൽ ഉണ്ടാക്കിയ പ്രാചീന ഭക്ഷണ രീതികളും നാനോ ടെക്നോളജിയെ വെല്ലുന്നതാണ്, അതാണ് അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കൊന്ന് പരീക്ഷിക്കാമല്ലോ എന്നയാൾ ഈ പറഞ്ഞയാളിനോട് പറയുകയും അദ്ദേഹം രണ്ടുപേരും തമ്മിലൊരു കൊളാബറേഷനിലെത്തുകയും സാമ്പിൾ അമേരിക്കയിൽ കൊണ്ടുപോവുകയും ചെയ്ത് അമേരിക്കയിലെ റിസർച്ച് സെന്ററിൽ നാനോസ്കോപ്പിൽ പരീക്ഷിച്ചതാണ് ഈ ചിത്രങ്ങൾ. കാണാവോ? കാണാമോ? വായിക്കാവോ? വായിക്കാവോ? ഗൃഹവൈദ്യം ക്ലാസ് എടുക്കാനാ വന്നേ. വായിക്കാവോ? സാരസ്വതാരിഷ്ടം മോളി വായിക്കാവോ?
ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് സാരസ്വതാരിഷ്ടം. അതിൽ ഹൈറ്റ് 6 നാനോമീറ്റർ, ഡയമീറ്റർ 7.39 നാനോമീറ്റർ, 41.1 നാനോമീറ്റർ. കാണാവോ? എന്ന് പറഞ്ഞാൽ സാരസ്വതാരിഷ്ടം പരീക്ഷിക്കുമ്പോൾ കിട്ടിയത് നാനോ പാർട്ടിക്കിൾ അല്ല. ഒരു നാനോ പാർട്ടിക്കിൾ ഒരു ഔഷധത്തിൽ ഉണ്ടാക്കാൻ കോടികൾ ചെലവഴിക്കണം. വെറുമൊരു കലത്തിൽ നിങ്ങൾ ശതാവരി കിഴങ്ങും മുത്തിളും ഒക്കെ ചേർന്ന ഔഷധം കഷായം വെച്ച് സ്വർണം പുളിയിലെ കനത്തിൽ അടിച്ചു പരത്തി അതിനകത്തിട്ട് അടച്ചു കെട്ടിവെച്ച് ആവശ്യത്തിന് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് അടച്ചു കെട്ടിവെച്ച് നിങ്ങളുടെ പൂർവികർ 90 ദിവസം കഴിഞ്ഞെടുത്ത് അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞെടുത്ത് അരിച്ച് കുപ്പിയിലാക്കി വെക്കുന്ന സാരസ്വതാരിഷ്ടമെന്ന അരിഷ്ടം ഒരു 10 ml സ്വർണം ചേർത്തതിന് ഇന്നത്തെ സ്വർണ്ണവില വെച്ച് ഒരു 60 രൂപ വിലയുണ്ടെങ്കിൽ, മനസ്സിലായില്ല, നാടൻ രീതിയിൽ സ്വർണത്തിന്റെ വില കൊണ്ടായി വില കൂടുന്നത്, മനസ്സിലായില്ല, ഉണ്ടാക്കൽ കൊണ്ടല്ല. അത്രയും നാനോ ഡിസ്ക് ഉള്ള, ഇത് നാനോ ഡിസ്കാണ്, നാനോ പാർട്ടിക്കിൾ അല്ല. നാനോ ഡിസ്കും നാനോ പാർട്ടിക്കിളും. നാനോ എന്ന് പറഞ്ഞാൽ അറിയുമോ എന്നറിയില്ല. അതായത് ഒരു പദാർത്ഥം, ഒരു ദ്രവ്യം, അതിൻ്റെ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന മൗലിക ഘടകം അത് 1/10, 1/10 സ്ക്വയർ, 1/10 ക്യൂബ്, 1/10⁴, 1/10⁵, 1/10�6, 1/10�7, 1/10�8, 1/10�9. 9 പാർട്ടിക്കിൾ വരുമ്പോഴാണ് അതിന് നാനോ എന്ന് പറയുന്നത്. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് അത്രയും സൂക്ഷ്മമാണ്. മനസ്സിലായി? അപ്പോൾ അതിന് 10⁻⁻9 എന്ന് മാത്തമാറ്റിക്സിൽ പറയും. വസ്തുവിനെ സൂക്ഷ്മമാക്കുക. അപ്പോൾ അത് നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഇരച്ചു കയറാൻ പര്യാപ്തമാകും. നിങ്ങളുടെ ത്വക്കിലൊന്ന് പരട്ടിയാൽ പോലും ത്വക്ക് വഴി അത് ഉള്ളിൽ ചെല്ലും. അത്രയും ശക്തമാകുന്ന ഔഷധങ്ങൾ മാർക്കറ്റിൽ വരാൻ പോകുന്നതിന് നിങ്ങളുടെ ISRO ഉൾപ്പെടെ ഗവേഷണം നടത്താൻ പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സുശ്രുതന്റെയും ചരകന്റെയും കാലത്തുള്ള വളരെ ലളിതമായി ഉണ്ടാക്കിയ സങ്കീർണങ്ങളായ ലാബറട്ടറികൾ വേണ്ടാത്ത വീട്ടിൽ നിങ്ങൾക്കുണ്ടാക്കാവുന്ന പദാർത്ഥങ്ങൾ നാനോ ലെവലിലാണെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായില്ല? 10⁻⁻24, അതായത് 1/10⁻24 എത്തിയാൽ അവഗാഡ്രോ നമ്പറായി. അവിടെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ ആ പദാർത്ഥം പിന്നീട് പദാർത്ഥത്തിന്റെ സ്വഭാവം കാണിക്കില്ല. അതുകൊണ്ട് അത് പ്ലാസിബോയാണ്. പിന്നെ അതാണ് ഹോമിയോയിൽ 30 പൊട്ടൻസി മുതൽ മുകളിലേക്ക് പോകുമ്പോൾ അത് മരുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ലാബറട്ടറിയിൽ പരീക്ഷിച്ചാൽ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ ആധുനിക വൈദ്യന്മാർ ഹോമിയോയെ വിമർശിക്കുന്നത്. എന്നാൽ അതിന്റെ മേന്മ സ്ഥൂലമായ മരുന്നുകൾക്കില്ല. 10 ഭാഗം ലാക്ടോസും 1 ഭാഗം മരുന്നും ചേർത്ത് നിരന്തരമായി അരച്ച് ലാക്ടോസിന്റെ എല്ലാ മോളിക്യൂളിലും മരുന്ന് കടന്നു ചെന്നാൽ 1/10 ആണ് മരുന്നിന്റെ അളവ്. 10 ഭാഗം, അതായത് 9 ഭാഗം ലാക്ടോസും 1 ഭാഗം മരുന്നും ചേർന്നാൽ 10 ഭാഗമാണ് മരുന്ന്. മനസ്സിലായില്ല? ഇതിന് എക്സ് എന്ന് പറയും. നിങ്ങൾ ചെന്ന് സ്ട്രാമോണിയം എക്സ് വാങ്ങിച്ചാൽ അതിനകത്ത് 1 ഭാഗമേ മരുന്നുള്ളൂ. അപ്പൊ മനസ്സിലായി? അത് വീണ്ടും അതിൽ നിന്നൊരു 10 ഭാഗം എടുത്ത് വീണ്ടും 9 ഭാഗം ചേർത്തരച്ചാൽ അത് 100 ഭാഗമേ ഉള്ളൂ. 1/10 സ്ക്വയർ. മനസ്സിലായി? ഇങ്ങനെ 1/10⁻30 ആയാൽ 30 ഭാഗമേ ഉള്ളൂ. അപ്പോൾ ഒരു ലാബറട്ടറിയിലും ടെസ്റ്റിൽ ഇതിനകത്ത് മരുന്നില്ല. പക്ഷെ നിങ്ങൾ അരച്ചു ചേർത്തത് നിങ്ങൾക്കറിയാം 1/10⁻30 അതിലുണ്ട്. മനസ്സിലായില്ല? ഇതിന് ആധുനിക ശാസ്ത്രം പ്ലാസിബോ എന്ന് പറയും. അതുകൊണ്ടാണ് നിങ്ങൾ അറിവില്ലാത്തവരെ പറ്റിക്കാൻ മാസികാ പത്രങ്ങളും വൈദ്യശാസ്ത്രജ്ഞന്മാരിലെ ആധുനികരും ചേർന്ന് ഹോമിയോ മരുന്ന് പ്ലാസിബോയാണ്, മേടിച്ച് കഴിച്ചാൽ പ്രയോജനമില്ല എന്ന് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഏൽപ്പിക്കുന്നത്. അവർ തരുന്ന മരുന്നിന്റെ വിലയില്ലാത്തതും
അവർ തരുന്നതിനേക്കാൾ എഫക്റ്റ് ഉള്ളതും ഏതാണ്ട് 10ഓളം മരുന്നുകൾ കൊണ്ട് ഇന്ന് കാണുന്ന മുഴുവൻ രോഗങ്ങളും ചികിത്സിക്കാവുന്നതും ആഴ്ചയിലോ മാസത്തിലോ മാത്രം ഒരു ഡോസ് കഴിക്കേണ്ടതും ആയ പ്രയോഗത്തിലേക്ക് സൂക്ഷ്മമായി എത്തിയവയാണ് ഈ മരുന്നുകൾ. മനസ്സിലായില്ല? ഹോമിയോപ്പതി എങ്ങനെ നിങ്ങളെ ആധുനികരും വൈദ്യശാസ്ത്രവും വഞ്ചിക്കുന്നുവെന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ച കെമിസ്ട്രി വെച്ച്, നിങ്ങൾ പഠിച്ച ഫിസിക്സ് വെച്ച്. ഇത്രയും അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ ഹോമിയോപ്പതി ഡോക്ടർമാർ മരുന്ന് തരുന്നത്. ചിലപ്പം ഇത്രയൊക്കെ പറഞ്ഞു തരാൻ അവർക്ക് കെമിസ്ട്രി ഒന്നും ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരികയില്ല. മറ്റവർക്കും കെമിസ്ട്രി ശരിക്കും അറിഞ്ഞു എന്ന് വരില്ല. അറിയുമായിരുന്നെങ്കിൽ അവരെതിർക്കുകയില്ല. പിടികിട്ടി നിങ്ങൾക്ക് പറഞ്ഞത്? അത്രയും മനസ്സിലായി? എതിർക്കുന്നവനും അറിഞ്ഞുകൊണ്ടല്ല എതിർക്കുന്നത്, കേൾക്കുന്ന നിങ്ങളും അറിഞ്ഞുകൊണ്ടല്ല കേൾക്കുന്നത്. മനസ്സിലായില്ല? ഇത് എടുത്തു തരുന്ന ഇതിൻ്റെ അനുകൂലികളും അറിഞ്ഞുകൊണ്ടല്ല എടുത്തു തരുന്നത്. പക്ഷെ അതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇതാണ്. അതുപോലെ പ്രാചീനമായൊരു വിദ്യ, അന്ന് നിങ്ങളുടെ ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പോ ഒന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ അവിടെ ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ ചിത്രത്തിൽ കാണുന്ന നാനോസ്കോപ്പിലെടുത്ത നാനോ ഡിസ്കുള്ള സാരസ്വതാരിഷ്ടം. ഇതിന്റെ പല ആംഗിളിലുള്ള പല തരത്തിലുള്ള ഇതെല്ലാം സാരസ്വതാരിഷ്ടത്തിന്റെ പഠനമാണ്. കാണാവോ? ആവോ? നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് വന്നു നോക്കാം. ഇതിൽ വിശദ വിവരങ്ങൾ ഗ്രാഫിക്കലായി തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. നാനോമീറ്റർ എത്ര നാനോമീറ്ററിലാണെന്ന്. ഇതെല്ലാം സാരസ്വതാരിഷ്ടത്തിന്റെ പഠനങ്ങളാണ്. കാണാവോ? ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് സാരസ്വതാരിഷ്ടം. ഇതും അതെ. ഇവിടെ കൊണ്ട് സാരസ്വതാരിഷ്ടം തീർന്നു. സൈറ്റിൽ ഇത് സൈറ്റിൽ നിന്ന് എടുത്തതല്ല. ഇത് ഞങ്ങള് കൊളാബറേഷനിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യിച്ചതാ. മനസ്സിലായില്ല? ഇത് സൈറ്റിലൊന്നും പോയി നിങ്ങൾക്ക് കിട്ടില്ല. ഇത് സൈറ്റിൽ കൊടുക്കാൻ കൊള്ളാം. കാരണം അത് $1.5 കോടി ചെലവഴിച്ചിട്ട് സൈറ്റിലേക്ക് പെട്ടെന്ന് കൊടുക്കുമോ? നിങ്ങൾക്ക് ഞങ്ങളുടെ ആധികാരികതയെ ഏത് കോടതിയിലും വെല്ലുവിളിക്കാം. അത്രയും ഉറപ്പിൽ തന്നെയാ പറയുന്നത്. കള്ളം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോടതിയിൽ പോവാം. ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം. ഇത് ദന്ത്യരിഷ്ടവും കോഴി ക്ഷീരബലയും 2 എണ്ണവും നടത്തുക. അതില് ഇതാ ദന്ത്യരിഷ്ടത്തിന്റെയാണ്. ദന്ത്യരിഷ്ടത്തില് നാനോ ഡിസ്ക് കിട്ടിയില്ല, നാനോ പാർട്ടിക്കിൾസ് ആണ് ധാരാളം കിട്ടിയത്. നാനോ ഡിസ്ക് കിട്ടിയത് സാരസ്വതാരിഷ്ടത്തിലാണ്. 100 നാനോമീറ്ററാണ് ഇതിനകത്ത് കിട്ടിയത്. ഇതെല്ലാം സാമ്പിള് ദന്ത്യരിഷ്ടമാണ്. ഇത് ദന്ത്യരിഷ്ടമാണ്. ഇതെല്ലാം ദന്ത്യരിഷ്ടമാണ്. കോഴി ക്ഷീരബല. ക്ഷീരബല എന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിയിലൊക്കെ തേക്കുകയില്ലേ? അത് നെറ്റിയെ തേച്ചാൽ ഫലപ്രദമാകുന്നത് അത് 21 അല്ലെങ്കിൽ 101 ഒക്കെ ആവർത്തി എടുക്കുമ്പോൾ, 101 ആവർത്തി ക്ഷീരബല എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ത്വക്കിൽ അല്പം വരട്ടിയാൽ കിറി ഓടിപ്പോയി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് തേച്ചു, കിറി പഴയ ആ സ്ഥലത്തേക്ക് വന്നു. അതേപോലെ തന്നെ നിങ്ങൾ ക്ഷീരബല 101 ആവർത്തി നെറുകയിലൊരു തുള്ളി വെച്ചു, മാറ്റം വന്നു. ക്ഷീരബല 101 ആവർത്തി നിങ്ങളുടെ മൂക്കിലേക്ക് 2 തുള്ളി നസ്യം ചെയ്തു, കിറി നേരെയായി. ഇങ്ങനെ സംഭവിക്കുന്നത് ആ ക്ഷീരബല നാനോ തലത്തിലേക്ക് എത്തിയത് കൊണ്ടാണ്. ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ശാസ്ത്രീയമായ പര്യവേക്ഷണങ്ങൾ നടത്തിയാൽ കിട്ടാവുന്നതിരിക്കുമ്പോൾ, അല്ലാതെ ഉപ്പ കാണേണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുകയല്ല. ഇതിനെ മുഴുവൻ നിഷേധിക്കാൻ നിങ്ങളെ കഴിഞ്ഞ 100 കൊല്ലങ്ങളിലൂടെ പാശ്ചാത്യരോട് ചേർന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഗതികേടുകൾക്ക് മുഴുവൻ കാരണം. ഈ സാധനമൊന്നും വിൽക്കാൻ ഇന്ത്യക്കാർ പുറത്തു പോയില്ല. പുറത്തുപോയി വിൽക്കരുതെന്നുള്ളത് കൊണ്ട് ഇത് അറിയുന്ന ആളുകൾ കടല് കടന്നാൽ ഭ്രഷ്ട് കൽപ്പിക്കുക വരെ ചെയ്ത കാലത്ത്. മനസ്സിലായില്ല? കാരണം ആവശ്യക്കാരൻ ഇവിടെ വരണം, നമ്മൾ അങ്ങോട്ട് പോകരുത്. കച്ചവടത്തിനായി പുറത്തു പോകരുത്. ഇന്ന് നിങ്ങൾ തൊഴിലിന് പുറത്തു പോകുന്നവർ, ഇന്ന് കച്ചവടത്തിന് പുറത്തു പോകുന്നവർ ശരിയല്ല.
സ്വന്തം അഭിമാനം വിറ്റു തിന്നവർ, അവരുടെ പണത്തെ മാത്രം ആശ്രയിച്ച്, ഡോളറിനെ മാത്രം ആശ്രയിച്ച് നിങ്ങളുടെ രാജ്യത്തിന്റെ ചുറ്റുപാടുകൾ കെട്ടിപ്പൊക്കിയവർ, അവസാനം നിങ്ങളുടെ സ്വത്വത്തെ ഒരു ഹൈഡിൽ കൊണ്ടുപോയി അവൻ അടിയറ വെച്ചിട്ട് വന്നവർ, എന്നിട്ടാണ് നിങ്ങൾ അഭിമാനത്തോടെ നടക്കുന്നത്. ഇത് വരാതിരിക്കാൻ നിങ്ങളുടെ ഒസ്യത്ത് എഴുതി വെച്ച നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് തന്നതായി സാധനങ്ങൾ. ഒന്നും രണ്ടൊന്നുമല്ല, ഞങ്ങൾ കുറെ എണ്ണമേ സാമ്പിൾ എടുത്തിട്ടുള്ളൂ, കാരണം വലിയ ചെലവ് വരുന്നതാ. വായിക്കാവോ? അരിഷ്ടം വായിക്കാം, ഇതും വായിക്കാം. ഇത് വേറെ സ്റ്റഡിയാ, കുറച്ചുകൂടെ സൂക്ഷ്മമായ സ്റ്റഡിയാ സാരസ്വതാരിഷ്ടത്തിന്റെ. ഇതെല്ലാം സാരസ്വതാരിഷ്ടത്തിന്റെ വ്യത്യസ്ത സ്റ്റഡിയാ, എല്ലാം കൃത്യമായിട്ട് അതിന്റെ ഇമേജ് നോട്ടെല്ലാം സഹിതമാണ്. ബൃഹത് നാഡീ കഷായമാണ്. വായിക്കാവോ? വായിക്കാവോ? ഇത് നാനോസ്കോപ്പിലുള്ള ബൃഹത് നാഡിയുടെ ചിത്രമാണ്. ഇത് വായിക്കാവോ? ബൃഹത് നാഡിയുടെ തന്നെ ചിത്രമാണ്. ഇത് വായിക്കാവല്ലോ. ധാന്യഗാദി കഷായമാണ്. നിങ്ങൾ വാദം വന്ന് ഒരു ഭാഗം തളരുകയൊക്കെ ചെയ്യുമ്പം ആ വൈദ്യന്മാരെ പോയി കണ്ടാൽ ധാന്യഗാദി കഷായവും ധാന്വന്തരം ഗുളികയൊക്കെ കുറിച്ച് തരും. കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ധാന്യഗാദി കഷായം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടിയാൽ കുറിച്ച് തരും. നിങ്ങളുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ടെങ്കിൽ കുറിച്ച് തരും. കൊളസ്ട്രോൾ കൂടിയാൽ 15 ml കഷായം വെറുതെ കഴിച്ചാലും മതി, കൊളസ്ട്രോൾ താഴും. ആ ധാന്യഗാദി കഷായമാണ് ഹൃദ്രോഗത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ സാമ്പിൾ ടെസ്റ്റായത് ധാന്യഗാദി കഷായം. ഗ്രന്ഥ്യന്തകം കഷായമാണ്. നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്, അതുപോലെ ക്യാൻസറിന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന നാനോ ടെക്നോളജിയിൽപ്പെട്ട ഏത് ഔഷധവും ക്യാൻസറിന് ഉപയോഗിക്കാം, കോശത്തിന്റെ വളർച്ചയ്ക്ക്. അതിൽപ്പെട്ടതാണിത്, ഗ്രന്ഥ്യന്തക കഷായം. ഇത് ഹൃദ്രോഗാന്തക കഷായം. നിങ്ങളുടെ ബ്ലോക്കിനും ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. കഷായം ഇത് ഹൃദ്രോഗാന്തക കഷായം. അതൊക്കെ 15 ml 60 ml തിളപ്പിച്ചാറിയ വെള്ളം. ഇത് ഗ്രന്ഥ്യന്തകത്തിന്റെ ഹൃദ്രോഗാന്തക കഷായത്തിന്റെ ചിത്രമാണ്. ഇതും ഹൃദ്രോഗാന്തക കഷായത്തിന്റെ ചിത്രമാണ്. ഇതും ഹൃദ്രോഗാന്തകമാണ്. ഹൃദ്രോഗാന്തകം ഇത് കണ്ഠരോഗാന്തകം. നിങ്ങളുടെ കഴുത്തിൽ വരുന്ന മുഴകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു കഷായത്തിന്റെ ചിത്രമാണ്. ഇതിലാകെപ്പാടെയുള്ള സാധനം നിങ്ങൾ കേട്ടാൽ കാട്ടുജീരകവും കടുക്കാത്തോടും ചേർന്ന് വയ്ക്കുന്ന ഒരു കഷായമാണ്. കാട്ടുജീരകവും കടുക്കാത്തോടും. കണ്ഠരോഗാന്തകം. കണ്ഠത്തിലുണ്ടാകുന്ന മുഴകളിൽ ഫലപ്രദമായ, നിങ്ങളുടെ കണ്ഠത്തിൽ വരുന്ന കണ്ഠരോഹിണി തുടങ്ങിയ ഒരുപാട് രോഗങ്ങളുണ്ട്. ഇതും അത് തന്നെ. മുഖ്യമായി 2 മരുന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഗോരോചനം മുതലായതൊക്കെ ഉണ്ടാവും. ഇത് ത്രായന്ത്യാദി, തലയിൽ ബ്രെയിനിൽ വരുന്ന ട്യൂമറിനും മറ്റും കൊടുക്കുന്ന ഒരു കഷായമാണ്. അതിൻ്റെ ചിത്രമാണ്. ഈ ചിത്രങ്ങളെല്ലാം വച്ചിട്ട് നിങ്ങൾക്കിത് ഇവിടുന്ന് ഇങ്ങനെ കേട്ടു എന്നോർത്ത് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ തന്നെ കഷായം മേടിച്ച് നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ നാട്ടിലെ ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൽ ടെസ്റ്റ് ചെയ്താലും ഇതേ ഉത്തരം കിട്ടും. ശങ്കയൊന്നും വേണ്ട. ശാസ്ത്രം ഏത് നാട്ടിൽ ചെയ്താലും അതിന് ഉത്തരം കിട്ടും. ശാസ്ത്രമാണെങ്കിൽ ഇത് അമേരിക്കയിൽ കൊണ്ടുപോയാലേ കിട്ടുള്ളൂ എന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഈ സാധനവും ചുമന്നുകൊണ്ട് എന്നാൽ അവർ നിങ്ങളെ തെറി വിളിക്കും. കാരണം വെച്ചാൽ അവർ പഠിക്കാൻ ചെലവാക്കിയ പണം, മൈക്രോസ്കോപ്പ് ഉണ്ടാക്കാൻ ചെലവഴിച്ച പണം, മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അത് വെക്കാൻ കെട്ടിയുണ്ടാക്കിയ മുറി, അതിനേക്കാൾ ഉപരി അതിനകത്ത് നാനോ പാർട്ടിക്കിൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്ന ലാബുകളുടെ ചെലവ്, അതിനായി മേടിക്കുന്ന വസ്തുക്കൾ, അതിനവർ ചെലവഴിച്ച സമയം, ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിന്ന് നോക്കുമ്പോൾ പണ്ടുള്ളവൻ ഒരു കലത്തിനകത്തുണ്ടാക്കിയ വസ്തുവിന് ഇത്രയുണ്ടെന്ന് അംഗീകരിക്കാൻ ആദ്യം തന്നെ പറ്റാത്തതിനാൽ അവൻ ആദ്യം നിഷേധിക്കുന്നു. മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇത് അമേരിക്ക വരെ കൊണ്ടുപോകേണ്ടി വന്നത്.
കാരണം നിങ്ങളുടെ ആധുനിക ശാസ്ത്രലോകം നിങ്ങളുടെ നാട്ടിലെ എല്ലാ അറിവിനോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നു. വളരെ ലളിതവും വളരെ ചെലവ് കുറഞ്ഞതും ഒട്ടും സങ്കീർണമല്ലാത്തതുമായ നിലയിൽ നിങ്ങളുടെ വീടുകളിലോട് ചേർന്ന് വളർന്നു വന്നതാണ് ഇവിടുത്തെ വൈദ്യശാസ്ത്ര ശാഖ. അത് സമ്പൂർണമാണ്, അത് സമഗ്രമാണ്, അത് നിങ്ങളുടെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ പര്യാപ്തമാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതിൽ നിന്നാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ഇന്ന് അകന്നു നിന്നത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ കാണിച്ചത്. മനസ്സിലായില്ല? നിങ്ങൾ ഈ ഗൃഹവൈദ്യം പഠിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് കുറച്ച് മണ്ടത്തരങ്ങളും കുറേ ചെടിയും പഠിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വിദ്യാഭ്യാസമുള്ളവർ വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല 4 പ്രാവശ്യം നിങ്ങൾ വന്നു പോകുമ്പോഴേക്ക് അവർ പരിഹസിക്കാനും തുടങ്ങും. അപ്പോൾ അതിനുള്ള തലത്തിൽ തന്നെ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ ഞാനിത് കൂടെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ ഫയൽ കൊണ്ടിരുന്നതല്ല. ഇത് നിങ്ങളുടെ കാടിക്കഞ്ഞി എടുത്ത് നോക്കിയാലും കിട്ടുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ സൂപ്പുകൾ എടുത്തു നോക്കിയാൽ കിട്ടും. അത് മാത്രമല്ല, പഴയ അമ്മമാർക്ക് ഒരു കാര്യം കൂടി അറിയുമായിരുന്നു ശക്തമായി.